വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം ചോർന്നൊലിച്ച സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് തന്നിട്ടില്ല. പകരം താൻ റിപ്പോർട്ട് നൽകും. വിഷയം ക്യാബിനറ്റിൽ അവതരിപ്പിക്കും. ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം രാജ്യമല്ലല്ലോ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നടപടിയുണ്ടായത് ജനം TV വാർത്തയെ തുടർന്ന്. മനോജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. മനോജ്, ജനം TV ആണ് ഈ ദൃശ്യങ്ങളും ഈ വാർത്തയും ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഈ വാർത്തയിൽ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? തീർച്ചയായും KP, അത്തരത്തിൽ തന്നെയാണ് ഈ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നട മഴയത്ത് ചോർന്നൊലിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പലയിടത്തും ഈ മരത്തട്ട് ദ്രവിച്ച നിലയിലാണ്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ഗോപുരത്തിന് ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും പുരാവസ്തു വകുപ്പ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട, അതായത് ഈ തെക്കേ ഗോപുര നട അത്രയധികം ഈ പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെട്ട അത്രയധികം ആകർഷണീയമായ, അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ ഒരു മുഖം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ആ ഒരു ഗോപുരം അത് തന്നെയാണ് ഇത്തരത്തിൽ അത് കാത്തു സൂക്ഷിക്കാതെ ഈ മഴയത്ത് ഇത്തരത്തിൽ ദ്രവിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇതിന്റെ ഗൗരവമാണ് ജനം TV ആ ദൃശ്യങ്ങളിലൂടെ തന്നെ പുറത്തുവിട്ടിരുന്നത്. എന്തായാലും ഇത് ചോദ്യം ചെയ്ത ജീവനക്കാർക്കെതിരെ പോലും അവിടെ ഉണ്ടായിരുന്ന ഇത്തരത്തിൽ ഈ പുരാവസ്തു വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആക്രോശിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ഈ ശമ്പളം പിടിച്ചു വെക്കുന്ന തരത്തിലേക്ക് താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ചില ആളുകളുടെ ശമ്പളം പിടിച്ചു വെക്കുന്ന തരത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതും അതിൽ കൃത്യമായും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ റിപ്പോർട്ട് നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ സോണൽ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാത്തത്. തുടർന്നാണ് കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതായത് താൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പകരം താൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതായത് ഈ അന്വേഷണം, അതായത് ഇതിൽ അന്വേഷണം വേണം, അതിൽ നടപടി വേണമെന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരിക്കും താൻ അവതരിപ്പിക്കുക എന്നുള്ള കാര്യം, അത് വിഷയം ക്യാബിനറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം രാജ്യമല്ലല്ലോ എന്നാണ് കേന്ദ്രമന്ത്രി ചോദിച്ചിട്ടുള്ളത്. കാരണം അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം 3 മാസമായിട്ടുള്ള ശമ്പളമാണ് പിടിച്ചു വെച്ചതായിട്ട് പരാതി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചത് ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം രാജ്യമല്ല, കൃത്യമായും അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് KP. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.